സ്വന്തം പെങ്ങളുടെ വീട്ടിൽ വിരുന്ന് താമസിക്കാൻ പോയ എൻ്റെ ഒരു കൂട്ടുകാരന് ഉണ്ടായ അനുഭവമാണ്. ഇവനവിടെ ചെന്നപ്പോൾ പെങ്ങളുടെ വീട്ടിലൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് പേര് ആശുപത്രിയിലാണ്, പെങ്ങളും ആശുപത്രിയിലാണ്. രാത്രി നിൽക്കാൻ പോയി, ഇവനവിടെ പെട്ടു. അപ്പോൾ അവിടെ പെങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളുണ്ടല്ലോ, അതിൻ്റെ മകൾ, അതൊരു നേഴ്സാണ്. ഒരുവിധ പ്രായമുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. ഇവനാണെങ്കിൽ ഒരു 10-22 വയസ്സുള്ളൂ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പെണ്ണുങ്ങളെന്തായാലും പരിപാടിയൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇവൻ്റെ അടുത്ത് വന്ന് ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളും ഡോക്ടർമാരെ പറ്റിയും ഹോസ്പിറ്റലിൽ ഓരോ രംഗങ്ങളും ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് എല്ലാത്തരം കാഴ്ചകളും അവിടെ ഉണ്ട്. ചില ആൺകുട്ടികളുടെതും ഇങ്ങനെ അവയവങ്ങളൊക്കെ കാണുന്നതും ഇതിൻ്റെ വലിപ്പവും വിഷം ഈ സെക്സിലേക്കാണ് വരുന്നത്. ഈ സാധനത്തിൻ്റെ വലിപ്പം ഇതിൻ്റെ പ്രായമുള്ള കുട്ടികളുടെയൊക്കെ ചില പരിക്കുപറ്റിയൊക്കെ വരുമ്പോൾ വലിയ സാധനമൊക്കെയാണ്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന് സാധനം അനക്കം വെക്കൽ പറഞ്ഞു. പിന്നെ ചോദിക്കണം, നിൻ്റെ സാധനം എത്ര വലിപ്പമുണ്ട്, എനിക്ക് 10-22 വയസ്സായില്ലേ, നീ സെക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. സെക്സ് ചെയ്തിട്ടില്ല. നിനക്കെന്താ കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പേടിയാണ്? അപ്പോൾ പറയാം, എനിക്ക് കിട്ടിയിട്ടില്ല, പേടിയൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ ഇവള് പറയണം, ഇന്ന് രാത്രി ഇവിടെ ആരുമില്ല, നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇപ്പം പറഞ്ഞ ആഗ്രഹമുണ്ട്, എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ആരും വരില്ല. ഇവിടെ ടോണി ഉണ്ടല്ലോ, ടോണി എന്ന് പറഞ്ഞാൽ വലിയൊരു നായുണ്ട്. ഗേറ്റാണ് അടച്ച് ടോണിനെ അയച്ചുവിട്ട ഒരു ജീവി അങ്ങോട്ട് വരില്ല. അത് മാത്രമല്ല, അങ്ങോട്ട് അന്ന് രാത്രി വരാൻ ആരുമില്ല. ഈ പെണ്ണ് നേഴ്സാണെന്നല്ല പറയാം. ഇവള് നല്ല നല്ല ഫ്രില്ലൊക്കെ ഉള്ള ഷെഡിയൊക്കെ പർച്ചേസ് ചെയ്ത് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവള് നൈറ്റും അടിയിൽ ഷഡ്ഡി മാത്രം, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി ഇവളുടെ റൂമൊക്കെ ഉണ്ട്. അവള് ഞാൻ നൈറ്റിയാണ് ഊരിയിട്ട്. ഇവൻ നോക്കുമ്പോൾ നല്ല വെണ്ണക്കൽ ശില്പം പോലത്തെ ഒരു പെണ്ണ്. അവളുടെ വയറും ശരീരവും ചെസ്റ്റും ബ്രസ്റ്റും ഒക്കെ ഇവന് നോക്കിയിട്ട് തന്നെ വെള്ളം ഇറക്കുക. അതിൽ ഇവനെ പഠിപ്പിക്കുകയാണ്. ആദ്യം പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞ്, നീ എൻ്റെ സദ്യ നീ തന്നെ അയക്കണം. അങ്ങനെയാണ് പെണ്ണുങ്ങളെ ചെയ്യേണ്ടത്. സ്വയം ഊരൂല. അങ്ങനെ ഊരി ഇവള് പിന്നെ ഇത് തിന്നണ സംഭവം ഒക്കെ ഇവന് പറഞ്ഞ് മനസ്സിലാക്കി. ഇവൻ്റെ അവള് പായ കൊണ്ട് ചെയ്തു കൊടുത്തു. ഇവൻ ശരിക്കും മതിമറക്കുകയാണ്. കാരണം ഇവൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് കേട്ട് പരിചയമുണ്ട്. അതിലിവൻ കളിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ചോദിച്ചു, നിങ്ങൾ വേറെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇവനൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചാൽ അപ്പം എനിക്കിതില്ലാണ്ട് പറ്റില്ല. എൻ്റെ ഡോക്ടറൊക്കെ കളിക്കലുണ്ട്. എൻ്റെ മറക്കുകയാണ് ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ മെയിൽ നേഴ്സ് കളിക്കലുണ്ട്. എനിക്ക് കളി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നീ എപ്പോൾ ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. നിനക്ക് നല്ല ഇഷ്ടമായി. കാരണം നിൻ്റെ കന്യാവത്തെ ഞാനാണല്ലോ കവർന്നെടുത്തേക്ക്. ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചേച്ചി തരാം, ഒന്നും പേടിക്കണ്ട, നീ ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞാൽ പറയൂല പറഞ്ഞു. പിന്നെ ഒരാഴ്ച അവനവിടെ നിന്ന് ഈ ആസ്പത്രി കേസ് കഴിയുള്ളൂ. പിന്നെ ആ വീട്ടിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ആസ്പത്രി കേസ് ഇല്ലെങ്കിലും ഇവള് വന്നാൽ എൻ്റെ പെങ്ങളെ കിടക്കാൻ മുറി അവർ വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വാതിൽ തുറക്കണമെങ്കിൽ ഭയങ്കര ചവിട്ടി പൊളിക്കണ ഒച്ചയൊക്കെയാണ്. അപ്പം ഇപ്പുറത്തെ സൈഡിലെ മുറിയിലാണ് ഈ പെണ്ണിൻ്റെ മുറിയും ഇവൻ ചെന്നാൽ കിടക്കണത്. അപ്പോൾ ഈ വാതിൽ ഇവരുടെ മുറിയിലെ വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും പഠിക്കണ്ട. അവരങ്ങനെ പുറത്തിറങ്ങൂല, എന്നും കളിക്കും. ആ സ്ത്രീ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിവാഹ ജീവിതം അവർക്ക് താല്പര്യമില്ലാതെ പറയുന്നത്. അങ്ങനെ ഉണ്ട് ചില കുറേ മനുഷ്യർ.